റഹീം, ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ, അത് CPM ആണെങ്കിലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണെങ്കിലും ഒക്കെ അവിടേക്ക് വരുന്നു. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ അവിടേക്ക് വരുന്നു, SP യുടെ നേതാക്കൾ വരുന്നു. ഇവരൊക്കെ നൽകുന്ന പിന്തുണ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന സമരം എന്ന് ചാപ്പകുത്താൻ ഉപയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അല്ല, അത് അവർക്ക് പറഞ്ഞൊഴിയാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ്. എന്നാണ് ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ ഇതിലേക്ക് വന്നത്? ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾ, അതൊരു പുതിയ പാർട്ടിയാകട്ടെ അല്ലെങ്കിൽ ഒരു സിവിൽ സൊസൈറ്റി ഗ്രൂപ്പാകട്ടെ, വെക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്താണ്? ആ മുദ്രാവാക്യങ്ങളോട് എൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ സംഘടനയ്ക്ക് യോജിക്കാനാകുമോ ഇല്ലയോ? ഇതാണല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ, മീൻസ് മുദ്രാവാക്യങ്ങളുടെ കാര്യത്തിൽ സമാന മനസ്സുള്ള ആളുകൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നത്, അവരുടെ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പറ്റില്ല എന്ന് പറയുന്നത്? ഞാൻ അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഈ വലതുപക്ഷ നിരീക്ഷകരോടും അതോടൊപ്പം തന്നെ നരേറ്റീവ് സൃഷ്ടിക്കുന്നവരോടും ചോദിക്കുന്നത്, അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ ഇതേ ഡൽഹിയിൽ ലോക്പാൽ ബില്ലിന് വേണ്ടിയുള്ള വലിയ മൂവ്മെൻറ്റ് നടന്നു, അഴിമതിക്കെതിരായ സമരം നടന്നു. എന്തായിരുന്നു BJPയുടെ അന്നത്തെ നിലപാട്? ഇവരാരാണ്, ഇവരെന്താണ്, ഇവർ കോൺസ്പിറസി തിയറി മെനയുകയായിരുന്നോ BJP അന്ന് ചെയ്തത്? BJP അന്ന് പ്രതിപക്ഷത്തായിരുന്നു. അന്ന് അണ്ണാ ഹസാരെയുടെ സമരത്തിന് എല്ലാ പിന്തുണയും എല്ലാ അർത്ഥത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൽ അവർ സ്വീകരിച്ചുവെങ്കിൽ, ഇന്ന് അതേ ഡൽഹിയിൽ മറ്റൊരു കൂട്ടർ, അവരുടെ മുദ്രാവാക്യം എന്ത്, അതിൻ്റെ കാലിക പ്രസക്തി എന്ത്? ഇവിടെ ഇന്നലെയും ഇന്നുമായി പകൽ രണ്ട് ദിവസം മാത്രമല്ല, ഈ കഴിഞ്ഞ ഉടനീള ദിവസങ്ങളിലും പ്രത്യേകിച്ചും സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷമുള്ള മണിക്കൂറുകളിൽ ഇവിടേക്ക് ഒഴുകിയെത്തിയ മനുഷ്യരാരാണ്? അവരും ഇന്ത്യക്കാരാണ്. അവരുടേത് ഇന്ത്യ. ആ ഇന്ത്യ എന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോയൊരു ഭാഗം അതാണ്. ഇവിടുത്തെ സോക്കോൾഡ് നാഷണൽ മീഡിയാസ്, ലെഗസി മീഡിയാസ് പൂർണ്ണമായി അവഗണിച്ചു. അതിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ മാത്രമാണ് ഇതിൽ വളരെ സമരത്തിന് അനുകൂലമായ അനുഭാവപൂർണമായൊരു സമീപനം സ്വീകരിച്ചത്. ബാക്കി മുഴുവൻ മാധ്യമങ്ങളും ഇതിനെ തിരസ്കരിച്ചു. അപ്പോഴും എന്താണ്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞും കേട്ടും കണ്ടും കണ്ടന്റുകൾ കണ്ടും ഒക്കെ മനുഷ്യർ, ഇത് എൻ്റെ മുദ്രാവാക്യമാണല്ലോ, ഇത് എൻ്റെ ഫീലിംഗ് ആണല്ലോ. ജന്തർ മന്ദറിൽ പോയ ഒരാളാണ് ഞാൻ, ഇന്നലെ കൂടി. ജന്തർ മന്ദറിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ച, വ്യത്യസ്ത വിഭാഗങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, വിദ്യാർത്ഥികളുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, അവരുടെ രക്ഷകർത്താക്കളുണ്ട്, അച്ഛൻ്റെ കൈപിടിച്ചു വരുന്ന മകളെ അല്ലെങ്കിൽ മകനെ, എത്ര പേരെയാണ് അങ്ങനെ കാണുന്ന കാഴ്ച? ഫാമിലിയോടുകൂടി വരുന്നു. അപ്പോൾ ആസ് എ ഇന്ത്യൻ ഇവിടെ വരേണ്ടത്, ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് വിശ്വസിച്ചു വരുന്ന മനുഷ്യർ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ റെയിൽ ഭവൻ അടുത്ത് വെച്ചുള്ള സംഭവത്തിൽ സാധുവായ ഒരാൾ, സാധു എന്ന് ഞാൻ പറഞ്ഞത് സന്യാസി, വേഷം കണ്ടാൽ അങ്ങനെയാണ് തോന്നുക, സന്യാസിയായ ഒരാൾ ബാഗ് തൂക്കിയാണ്. ഞാൻ ആ വിഷ്വൽ പുറത്ത് വന്നിട്ടുണ്ട്, ബ്രിട്ടാസും ഞാനും സഖാവ് ശിവദാസനുമുള്ള ആ വിഷ്വൽ. അദ്ദേഹത്തിൻ്റെ കാലിലെ നഖം ഈ ഇളകി മാറിയിട്ട് ചോര ഇങ്ങനെ വാർന്നൊലിക്കുകയാണ്. അദ്ദേഹം ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കാൻ വന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ കുറെ മനുഷ്യർ, ഇന്ത്യക്കാർ, അവർ പൊരുതാണ്, അവരുടെ ശബ്ദം കേൾക്കില്ല എന്ന് പറയുന്നത് എത്ര വലിയ നിഷേധാത്മകമായ കാര്യമാണ്. ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഏറെക്കാലമായി ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം കാണേണ്ടത്, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, പറയുകയാണ് ഞങ്ങൾ ഫാസിസ്റ്റാണ്, ഫാസിസ്റ്റിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ, ഇന്ത്യ ഇപ്പോഴും ഒരു ജനാധിപത്യ ഭരണഘടനയുള്ള രാജ്യമാണ്. ആ ഭരണഘടന പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇന്ത്യ ഇന്ന് തെരുവിൽ നിൽക്കുന്നത്. ഈ വെയിലത്ത് ചുട്ടുപൊള്ളുന്ന വേനൽ, ഈ മഴ നനഞ്ഞും വെയിൽ കൊണ്ടും തെരുവിൽ നിൽക്കുന്നത് അതിനെ സംരക്ഷിക്കാനാണ്. പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് കൊണ്ടിട്ടല്ലോ, അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാനമായി തുടങ്ങിയ സമയത്ത് വിദേശയാത്ര പോവുകയാണ്. ഇപ്പോഴും ഇതിനെതിരെ ഒരു വിശദീകരണം പോലും ചോദിച്ചിട്ടുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2014 മുതൽ സ്വീകരിച്ചു വരുന്ന സമീപനം എന്താണ്? അദ്ദേഹം ഡൽഹിയിലെ ജന്തർ മന്ദർ കാണുന്നില്ല, മണിപ്പൂർ കണ്ടില്ലല്ലോ. നഗ്നയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ, 2 പെൺകുട്ടികളെ തെരുവിലൂടെ നയിച്ച്, തെരുവിലൂടെ നടത്തി കൊണ്ടുപോയിട്ട് പോലും കണ്ണു തുറക്കാത്ത പ്രധാനമന്ത്രിയല്ലേ? ആ പ്രധാനമന്ത്രിയിൽ നിന്ന് ഒന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ലോകത്തെല്ലാ ഏകാധിപതികളും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മൻ കി ബാത്തിൻ്റെ ആളാണ്, അങ്ങോട്ട് പറയും കേട്ടോളണം, വേറെ ആരും ഇങ്ങോട്ടൊന്നും പറയേണ്ടതില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊതു രീതി. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ചിന്തിക്കുക, ഇന്ത്യ അങ്ങനെയല്ല ആഗ്രഹിക്കുക. ഇവിടെ അടിയന്തരാവസ്ഥയെ റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അടിയന്തരാവസ്ഥക്കാലത്ത്
അടിയന്തരാവസ്ഥയോട് സന്ധി ചെയ്ത് പുറത്തിറങ്ങാൻ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പണിയെടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ. അതിൻ്റെ ഒരുപാട് രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. വിഷയം അതല്ല. പക്ഷെ ഞാൻ പറയുന്നത്, അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ത്യയെ ജയിലിലടച്ചു, ഇന്ത്യയിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി, കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ ഇന്ത്യ അപ്പോഴും അതിൽ നിന്ന് തോറ്റു പിന്മാറിയിട്ടില്ല. അദ്ദേഹം ഇവർ പറയുന്നത്, BJP ഇപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ കയ്യിൽ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചു. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ BJPക്കെതിരെ നിലപാടെടുത്ത് ഇപ്പുറത്ത് നിന്ന ഒരുപാട് പേർ ഇന്ന് അപ്പുറത്തിരിക്കുകയാണ്, BJPയുടെ ചേരിയിലിരിക്കുകയാണ്. അപ്പോൾ പണം കൊണ്ട് രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അവർക്ക് എണ്ണത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഭൂരിപക്ഷത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ആ എണ്ണം വെച്ചുകൊണ്ട് മാത്രം ഈ രാജ്യത്തെ അടക്കി ഭരിക്കുക സാധ്യമല്ല. കാരണം ഈ രാജ്യത്തിൻ്റെ ലെഗസി, നമ്മുടെ സിരയിലൂടെ, ഈ രാജ്യത്തിൻ്റെ സിരയിലൂടെ ഒഴുകുന്ന ബ്ലഡ്, ആ ജീന് അത് വേറെയാണ്. എന്താണ് ആ ജീന്? അത് ഞങ്ങൾ ലോകത്തെ അടക്കി ഭരിക്കുന്ന ധിക്കാരികളാണ്, ഞങ്ങൾ ലോകത്തെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാണ്, അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് നീയൊന്നും പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പായിച്ചു വിട്ട ഭൂതകാലത്തിൻ്റെ പ്രൗഢിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഇന്ത്യക്കാർ. അവർ തന്നെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയെടുത്ത് തെരുവിലേക്ക് ഇറങ്ങിയത്. അവർ തന്നെയാണ് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് വിളിച്ചു പറഞ്ഞത്. അങ്ങനെയാണ് മനുഷ്യർ ഓരോ ഘട്ടങ്ങളിലും ഇന്ത്യ അതിൻ്റെ പ്രതിരോധ ശക്തിയായി ഉയരുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ നേരത്തെ പറഞ്ഞു, സോഷ്യൽ മീഡിയ മീംസിലൂടെ ആരംഭിച്ച ഒരു സർക്കാസ്റ്റിക് പ്രതിഷേധമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ആ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന അവരുടെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള അവരുടെ ഒരു മീംസ്, അവരുടെ കോണ്ടന്റുകൾ, അതിനെയിൽ നിന്ന് ഇന്ന് എവിടേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈജിപ്ഷ്യൻ ചത്തുരത്തിൽ, ഈജിപ്തിൽ ഈ പറയുന്ന അന്ന് അവിടുത്തെ ഈ വിപ്ലവം നടക്കുന്ന സമയത്ത്, പോരാട്ടം നടക്കുന്ന സമയത്ത് അവിടെ വൈറലായൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. വന്ധ്യവയോധികനായ ഒരു ഗ്രാമീണനായ ഒരു വൃദ്ധൻ കയ്യിലൊരു പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുന്നതാണ്. ഈ തോഹിർ ചത്തുരത്തിൽ നിൽക്കുന്ന ഒരു പടമാണ് വൈറലായത്. ആ പ്ലക്കാർഡിലുള്ളത് ഇങ്ങനെയാണ്: എൻ്റെ ഈജിപ്ഷ്യൻ ഫേസ്ബുക്ക് യൗവനത്തിന് നന്ദി എന്നാണ്. അന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് ഇറ മാത്രമായിരുന്നു, ഇന്നതല്ല. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇന്നുണ്ട്. അവിടെ നമ്മൾ പറയുന്നു പൊതുവിൽ ഈ പുതിയ തലമുറ രാഷ്ട്രീയം പറയുന്നില്ല എന്ന്. പക്ഷേ പുതിയ തലമുറ ധാർമ്മിക രോഷത്തോടു കൂടി സ്വന്തം രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും അതിനുവേണ്ടി വെയിലുകൊള്ളാനും തെരുവിലേക്ക് ഇറങ്ങാനും സന്നദ്ധമായി, ത്യാഗനിർഭരമായി തെരുവിലേക്ക് വരുന്ന കാഴ്ചയാണ് ഇന്ത്യ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ച ഒരു ഐ ഓപ്പണറായി കണ്ട് ഈ ഗവൺമെന്റിന് തിരുത്താനാകുമോ എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നിയോ ഫാസിസ്റ്റ് സർക്കാരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. Debate with Madhu Saji.